UDF സർക്കാരിന്റെ തെറ്റായ നയം പുനഃപരിശോധിക്കണമെന്നാവശ്യം. KSKTU പുല്ലൂർ വില്ലേജ് സമ്മേളനം നടന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിലെത്തിക്കുന്നത് ഒഴിവാക്കിയതും സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയതും ഉൾപ്പെടെയുള്ള UDF സർക്കാരിന്റെ തെറ്റായ നയം പുനഃപരിശോധിക്കണമെന്ന് KSKTU പുല്ലൂർ വില്ലേജ് സമ്മേളനം പ്രമേയത്തിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടു. പെരളം റെഡിയൻസ് ക്ലബിലെ കാർത്യായനി നഗറിൽ വില്ലേജ് പ്രസിഡന്റ് A. കൃഷ്ണൻ പതാക ഉയർത്തിയതോടുകൂടി സമ്മേളനത്തിന് തുടക്കമായി. KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ പുല്ലൂർ പ്രദേശത്ത് അഥവാ കേരളം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് അത് കുറെ കൂടി യാത്ര സുഗമമല്ലാത്ത ഇടങ്ങളിലാകുമ്പോൾ 1100, 1200 ഒക്കെ ആയി മാറുകയാണ്. അപ്പൊ 300ലേക്ക് ചുരുക്കുമെന്ന് പറഞ്ഞ ഗ്യാസിന്റെ വില എന്ന് പറയുന്നത് ഈ 10-12 കൊല്ലത്തിനിടയിൽ ക്രമാതീതമായി വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ കുടുംബ ബഡ്ജറ്റ് തകർക്കുന്ന നിലയിലേക്ക് മോഡി കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു. ഇവിടെ നമ്മള് BJP-കാരനെന്നോ സംഘപരിവാരക്കാരനെന്നോ കമ്മ്യൂണിസ്റ്റുകാരനെന്നോ അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗുകാരനെന്നോ കോൺഗ്രസ്സുകാരനെന്നോ വ്യത്യാസമുണ്ടോ? എല്ലാവരും വീട്ടിൽ ഭാഗമല്ലേ? സാധാരണക്കാരായ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുമാനം വളരെ പരിമിതമാണ്. പരിമിതമായ വരുമാനത്തിനകത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുക്കള ബഡ്ജറ്റ് തെറ്റി. അടുക്കള ബഡ്ജറ്റ് തെറ്റുകയാണ്. ആ അടുക്കള ബഡ്ജറ്റ് തെറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ക്രമരഹിതമായ നിലയിലേക്കുള്ള വാതകത്തിന്റെ വില വർധനവാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചാല് അത് ഓടിക്കുന്നവർക്കേ പ്രശ്നമുള്ളൂ. സ്കൂട്ടറും ജീപ്പും കാറും ഇതെല്ലാം ഓടിക്കുന്നവർക്കേ പ്രയാസമുള്ളൂ എന്നല്ലേ നമ്മൾ പറഞ്ഞത്. വില്ലേജ് പ്രസിഡന്റ് A. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. രാധാപുല്ലൂർ രക്തസാക്ഷി പ്രമേയവും ഗംഗാധരൻ മാസ്റ്റർ മാക്കരംകോട്ട് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. വില്ലേജ് സെക്രട്ടറി P. കുഞ്ഞിക്കേളു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. V. സുകുമാരൻ, K. കൃഷ്ണൻ കാരിക്കൊച്ചി, വിജയൻ പുല്ലൂർ എന്നിവർ സംസാരിച്ചു. P. നാരായണൻ സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളായി P. കുഞ്ഞിക്കേളുവിനെ സെക്രട്ടറിയായും A. കൃഷ്ണനെ പ്രസിഡന്റായും ശ്രീജ അനന്തനെ വൈസ് പ്രസിഡന്റായും രാധാപുല്ലൂരിനെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.